വീട്ടിൽ വന്നു കഴിഞ്ഞ് എഴുന്നേൽക്കാൻ നല്ല മടിയാട്ടോ. 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ടാബ്ലറ്റ് കഴിക്കാറില്ലെന്ന് ഓർത്തർ വേഗം എഴുന്നേറ്റതാണ്. പിന്നെ ഫ്രഷായി വന്നിട്ട് പാടത്ത് കൂടെയൊക്കെ നടന്നു. നല്ല രസമായിട്ട് ഈ സമയത്ത് പാടം കാണാൻ വേണ്ടിയിട്ട്. ആ മഞ്ഞുതുള്ളികളൊക്കെ ആ പുൽത്തകിടിയിൽ ഉണ്ടാവും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വീടിന്റെ വേലിയിലൊക്കെ പാഷൻ ഫ്രൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന മെയിനായിട്ട് ഈ കതിര് പൊട്ടിച്ച് കളിക്കുന്ന മെയിൻ പരിപാടി. ആദ്യം വരമ്പത്തൂടെ ഒരുപാട് ആൾക്കാർ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ബാക്കിൽ റോഡ് വന്നുകൊണ്ട് അതുകൂടെയാണ് ആളുകൾ നടക്കുന്നത്. ഇപ്പം ഇവിടെ ഈ ഭാഗം ആരും ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും അമ്മ മോൾക്ക് കൊണ്ട് വേണ്ടി സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സാമ്പാർ, അതുപോലെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോളെ വിളിപ്പിക്കലായിട്ട് അടുത്തൊരു ടാസ്ക്. എന്നെ പോലെ തന്നെ കേട്ടോ. ഇവിടെ വന്ന മോള് ഇത്തിരി അധികം നേരം ഉറങ്ങാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നോട്ടോ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 8 മണി കഴിഞ്ഞിട്ടേ വിളിക്കാറുള്ളൂ. അപ്പോഴേക്കും അമ്മയച്ഛനൊക്കെ ഭക്ഷണം കഴിച്ചു. പിന്നെ മോൾക്ക് കൊണ്ടുപോകാനൊക്കെ ഞാൻ റെഡിയാക്കി. വീടിന്റെ ചുമരൊക്കെ മൊത്തം മക്കളെ നാശാക്കിയിരിക്കുക കേട്ടോ. അനിയത്തിയുടെ മോൻ വന്നാൽ എൻ്റെ മോൾക്കും ചെറുപ്പം മുതൽ ഇതാണ് പണി, ചുമരിൽ വരച്ച് കളിക്കല്. പിന്നെ ഒരുപാട് പേര് ഇന്നലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റ മോളാണ് ചോദിച്ചിട്ട്. അല്ല, എനിക്ക് അനിയനുണ്ട്, അനിയത്തി ഉണ്ട്. അനിയത്തി കുറച്ച് ദൂരെയാണ് മാരേജ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അനിയൻ മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും ആഴ്ചയിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നാൽ അവർ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഈ ആഴ്ച വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമല്ല, അതാ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. മോളുടെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. 2 വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. പിന്നെ ഇന്ന് ഫുള്ളും മഴയായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.